ലേഡീസ് വാച്ചിന്റെ കളക്ഷൻ ആട്ടോ അതൊക്കെ. കോപ്പി അല്ല കേട്ടോ, ഇത് ഓർസ്ക. ഈ ഒരു ചേച്ചിന്റെ ബ്രാൻഡാണ്, അതിന്റെ സ്വന്തം ബ്രാൻഡാണ് അത്. ഫുള്ള് ആ ഒരു ഐറ്റംസ് തന്നെയാണ്. നമുക്കിങ്ങനെ നോക്കിയാൽ കാണാം. നമ്മളിപ്പോൾ ഇങ്ങനെ ചുളിവിൽ ഷൂട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ടീഷർട്ടുകളും ജെൻസിൻ്റെ ഷർട്ടുകളൊക്കെ ഉള്ള വേറെ ലോകം തന്നെ കേട്ടോ. ഫുള്ള് ഹോൾസെയിലാണ്. റീറ്റെയിൽ കിട്ടല് നിരക്കാണ് ഇവിടെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് ഈ വാച്ച് മാർക്കറ്റിലെ കാഴ്ചകൾ കേട്ടോ. ഇതെല്ലാം വ്യാജനാണ്, നല്ല നല്ല കമ്പനീൻ്റെ വ്യാജ പതിപ്പുകളാണ്. ഇവിടെയൊക്കെ ഭിക്ഷക്കാർ ഇരിക്കുന്നുണ്ട്. നമ്മളവിടെ പള്ളീൻ്റെ സൈഡിലൊക്കെ ഇരിക്കില്ല, അതേപോലെ നമുക്ക് മൊത്തത്തിൽ തന്നെ ഷൂട്ട് ചെയ്യാൻ കഴിയും. കാരണം ഒരു ഇതല്ലേ, ആ ഭാഗത്തൊക്കെ ഗേറ്റിൻ്റെ ആ ഭാഗത്തൊക്കെ ഉണ്ട് പള്ളീൻ്റെ. കുറേ ഭിക്ഷക്കാരാണ്. വെള്ളിയാഴ്ച ആയിട്ടാവും തോന്നുന്നു. ഗുഡ് മോർണിംഗ് ചൈന. ചൈനയിലെ ഗോഞ്ചോല ഉള്ളത്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇന്ന് നമുക്ക് ഗോഞ്ചോല ഹോൾസെയിൽ മാർക്കറ്റുകൾ കാണാൻ വേണ്ടി പോവാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ യൂന്ന് ഗോഞ്ചോ വന്ന് ഗോഞ്ചോല ക്യാൻഡൻ ടവറൊക്കെ കാണാൻ പോയ എപ്പിസോഡായിരുന്നു കഴിഞ്ഞ എപ്പിസോഡ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഒരു ക്ലൗഡി ആയിട്ടാണ് ഇപ്പോൾ അന്തരീക്ഷം നിൽക്കുന്നുണ്ട്. ഇവിടെ വലിയ യൂത്ത് അത്ര തണുപ്പില്ല, എന്നാലും ഒരു 13-15 ഡിഗ്രി ഒക്കെ ഉണ്ട്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഗോഞ്ചോല ഏറ്റവും വലിയ ബിസിനസ് ഹബ്ബാണ് ഗോഞ്ചോ. ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്ന് ആളുകളോട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലെ കുറച്ച് മാർക്കറ്റുകൾ കാണാം. ഓരോ ഐറ്റം ഓരോ ഭാഗത്താണ്, ഓരോ മാർക്കറ്റായിട്ട്. അപ്പോൾ ഏതൊക്കെ മാർക്കറ്റ് കാണാൻ പറ്റും എന്നറിയില്ല. നമുക്ക് അഖിൽ ബ്രോ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുറത്തെ കാഴ്ചകൾ കാണാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് റെഡി ആയിട്ടാ. ജാഫറൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കണു. സമയം രാവിലെ 9 മണിയാണ്. ജാക്കറ്റ് ഇടണം, ജാക്കറ്റ് ഇടാതെ പുറത്തിറങ്ങാൻ കഴിയൂല. നമ്മളെ റൂമാണ് കിടിലൻ റൂമാട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡിങ് ആണ്. നമ്മൾ രാവിലെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കോഴിമുട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കോഫിയും ടീ ഒക്കെ ഉണ്ടാക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ പുറത്തെത്തിയിട്ട് കാണട്ടെ. ഇനി പുറത്തുനിന്ന് വെയിലൊന്നുമില്ല കേട്ടോ, അങ്ങനെ മൂടി നിൽക്കുകയാണ്. സമയം രാവിലെ 9:15. കടകളൊക്കെ ഓപ്പണായി വരുന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇന്നലെ രാത്രി വന്ന ഭാഗമാണ്. ഇവിടെ അടുത്ത നമ്മളെ റൂമിൻ്റെ താഴ്ഭാഗത്ത് തന്നെ ഒരു കൺവീനിയൻസ് സ്റ്റോറുണ്ട്. പിന്നെ അങ്ങനെ പോകുമ്പോൾ ഇവിടെ കുറേ റെസ്റ്റോറൻറ്റുകൾ നമ്മൾ രാത്രി കണ്ടതാണല്ലോ. അപ്പോൾ നമ്മൾ യൂബർ ടാക്സി വെയിറ്റ് ചെയ്യടാ. അഖിൽ ബ്രോ വന്നിട്ടുണ്ട്. ഊബർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്നതാണ്. അപ്പോൾ അങ്ങനെ എല്ലാം ചാലായി വരുന്നേ ഉള്ളൂ കടകളൊക്കെ. ഇപ്പം ഇനി ടാക്സി വന്നിട്ട് മെട്രോ പോയിട്ടാണ് നമ്മൾ മാർക്കറ്റിലേക്ക് പോകുന്നത് കേട്ടോ. പിന്നെ അങ്ങനെ പോകുമ്പോൾ ബീജിംഗ് എന്ന് പറഞ്ഞൊരു കാറിൻ്റെ കമ്പനിയാണ്, സ്ഥലപ്പേരാണ് ഈ കാറിൻ്റെ. ബീജിംഗ് പോയി ഷൂട്ട് ചെയ്യാൻ കിട്ടിയില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ ഗോഞ്ചോ സിറ്റിൻ്റെ ഉള്ളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാം പഴയ ബിൽഡിങ്ങുകൾ അവിടെ കാണുന്നുണ്ട്. പഴയ ഒരു സിറ്റിയാണ് ഈ ഗോഞ്ചോ എന്ന് പറയുന്നത്. ഷൂവിൻ്റെ മാർക്കറ്റാട്ടോ ഈ കാണുന്നത്. എന്താ ഈ കാണുന്നതൊക്കെ കേട്ടോ, ഷൂ മാർക്കറ്റാണ്. ഓപ്പൺ ആയിട്ടില്ല. ഇവിടെ മാർക്കറ്റുകളൊക്കെ ചാലായി വരണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 11 മണിയൊക്കെ ആവുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ഭാഗം മൊത്തം തന്നെ ആവും അല്ലേ. അപ്പോൾ സുഹൃത്തുക്കളെ, ഗോഞ്ചോൻ്റെ സെൻറ്റർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. പിന്നെ ഈ ഒരു ജംഗ്ഷൻ സ്ക്വയർ, ഇതൊക്കെയാണ് ഏറ്റവും സെൻറ്റർ ഗോഞ്ചോ സിറ്റിൻ്റെ. കണ്ടാൽ നമുക്ക് ഒരു പുതുമ തോന്നില്ല, കാരണം എല്ലാം പഴയ കെട്ടിടങ്ങളാണ് ഇവിടെ ഉള്ളതൊക്കെ. ഒരു മേൽപ്പാലം പോകുന്നുണ്ട്, നല്ല ഫ്ലവറൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ചൈനയിലെ ഗോഞ്ചോ, ആരെങ്കിലുമൊക്കെ ചൈന ബേസ് ചെയ്ത് ബിസിനസ് ചെയ്യണമെങ്കിൽ സാധനങ്ങളൊക്കെ ബൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റിയ ഒരു നഗരം കൂടിയാണ് ഈ ഗോഞ്ചോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2-3 മാർക്കറ്റൊക്കെ കാണാനുള്ള സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ പറ്റുമോ നോക്കാം. ഇവിടുത്തെ ഒരു ജുമത്ത് പള്ളിയാട്ടോ ഈ കാണുന്നത്. ഈ ഒരു പഴയ മോസ്കാണത്. ഈ ഒരു കവാടാക്കണം പച്ച കളറിൽ. ഇവിടെ നമുക്കിന്ന് ജുമാ കൂട്ടണം. ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ്. ബസ്സുകളൊക്കെ കാണാൻ ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ, നാട്ടിലത്തെ ബസ്സിൻ്റെ ഏരിയ അല്ല. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഇതൊരു ചൈന ആണെന്നൊക്കെ തോന്നുള്ളൂ. മറ്റേ ബിൽഡിങ്ങുകൾ കണ്ടാലൊന്നും എല്ലാം അറിയാൻ കഴിയില്ല. ഇത് ബസ് സ്റ്റേഷൻ അല്ലേ? ബിൽഡിങ്ങുകളൊക്കെ നോക്കി നമുക്ക് നാട്ടിൽ കൊച്ചിയിലും ബോംബെയിലൊക്കെ കാണുന്ന ടൈപ്പ് ബിൽഡിങ്ങുകളാണ്. ചൈനൻ്റെ ഒരു മുഖച്ഛായ അല്ല ഇവിടെ. ഇത് റെയിൽവേ സ്റ്റേഷനാട്ടോ ഈ കണ്ട് ഈ കെട്ടിടം. കുറേ ടാക്സി വാഹനങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഗോഞ്ചോ സിറ്റിയിലുള്ളത്. അപ്പോൾ നമ്മളൊരു വാച്ചിൻ്റെ മാർക്കറ്റ് കാണാൻ പോകട്ടോ. അപ്പോൾ മാർക്കറ്റൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ. ഇപ്പോൾ അതിൻ്റെ ഉള്ളിലെത്തിരി കാണാം എന്തൊക്കെ സംഗതികളുണ്ട്. ഇവിടെ കുറച്ച് റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കില്ല. കുറച്ചുകൂടി കഴിഞ്ഞാൽ റോഡൊക്കെ നല്ല ബ്ലോക്കേക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഗോഞ്ചോ സിറ്റിൻ്റെ കാഴ്ച കേട്ടോ. നമ്മളിങ്ങനെ മാർക്കറ്റ് നടക്കുകയാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമുക്ക് നടക്കുന്നത്. വലിയ മാർക്കറ്റ്, നമുക്ക് നല്ല ബ്രാൻഡഡ് വാച്ചുകളുടെ ഒക്കെ കോപ്പികളൊക്കെ ഉള്ള മാർക്കറ്റ്. നമ്മൾ നാട്ടിലേക്ക് ഇവിടുന്ന് ഒരുപാട് ഐറ്റംസുകൾ വരുന്നുണ്ട്, വാച്ച് ഐറ്റംസുകൾ. അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ കണ്ടോക്കാം. എന്താ ഒരു വർക്ക് എടുക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് തോന്നുന്നു. അപ്പോൾ ആദ്യം നമ്മൾ എത്തിയത് ഡ്രസ് മെറ്റീരിയൽസിൻ്റെ ഒരു ഭാഗത്ത് കേട്ടോ. ഡ്രസ്സുകൾ ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന മാർക്കറ്റാണത്. റീറ്റെയിൽ പ്രതീക്ഷകൾ ആരും ഇങ്ങോട്ട് വരില്ല. അതിന് യൂല നല്ലത്. കുറച്ച് പീസുകളൊക്കെ എടുക്കുന്നുണ്ടല്ലോ, 100, 500 അങ്ങനെയൊക്കെ. ഇവിടെ ഫാക്ടറി കണക്കിന് ഓർഡറുകളൊക്കെ കൊടുക്കണമെങ്കിലാണ് ഗോഞ്ചോക്ക് വരുന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം. അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. ഇതൊക്കെ തുറക്കാനാവുന്നു കേട്ടോ, 11 മണിയൊക്കെ ആവുന്നതാണ്. കുറേ ഇടനാഴി ഉണ്ട് അടുത്ത് കൂടെ. ഓരോ ഭാഗത്തു കൂടെ പോയാലും ഓരോ ഷോപ്പുകളാണ്. ഇതൊക്കെ ഇപ്പോൾ ഇങ്ങനെ മൂടിയിട്ടതാണൊക്കെ ഉണ്ട്. റെഡി ആയി വരുന്നുള്ളൂ. ഇപ്പോൾ സമയം ഏകദേശം 10 മണിയൊക്കെ ആയിട്ടുള്ളൂ. ഒരു 11, 11:15 ആകുമ്പോഴാണ് ഇതൊക്കെ ഓപ്പണായി വരുന്നത്. 1-2 കടകളൊക്കെ ഓപ്പൺ. അപ്പോൾ നമ്മളെ പിന്നെ ഇങ്ങനെ വന്നപ്പോൾ ഈ മാർക്കറ്റിൻ്റെ ഉള്ളിലേ കണ്ണടൻ്റെ ഷോപ്പുകളാണ്. അത് നല്ല നല്ല കമ്പനീൻ്റെ കണ്ണടകൾ. ഇപ്പോൾ കോപ്പിയാണ്, അത് വേറെ കാര്യം. അപ്പോൾ ഇത് പിന്നെ ബൂട്ട് വ്യാജനാട്ടെ കണ്ടൊക്കെ പല ടൈപ്പ് കമ്പനി ഷൂകളുടെ വ്യാജന നമുക്ക് ഇവിടെ കാണാം. ഈ ഒരു ഏരിയ മൊത്തം തന്നെ കേട്ടോ ബൂട്ടുകളാണ്, ഷൂകൾ. ഷൂ ഒക്കെ നാട്ടിൽ ചെയ്യണവർക്ക് ഇങ്ങോട്ട് വന്നാൽ മതി. ഇതൊക്കെ ഷൂ മെറ്റീരിയൽസ് കേട്ടോ. പല ടൈപ്പ് ഷൂകളുണ്ട്. എല്ലാത്തിനും വ്യാജനാട്ടത്. നാട്ടിലുള്ള നല്ല നല്ല കമ്പനികളുടെ ഒക്കെ വ്യാജനാണ് ഇവിടെ ഉള്ളത്. വിൽക്കണോണ്ട് നമുക്ക് വല്ലാതെ ഷൂട്ട് ചെയ്യാൻ വയ്യ. അവർക്കും തന്നെ വലിയ താല്പര്യമില്ല. അതുകൊണ്ട് നമുക്ക് ഉഷാറായിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നടന്ന് കാണാം. ഇപ്പം മാർക്കറ്റിൻ്റെ അവസ്ഥയൊക്കെ ഒന്ന് കണ്ടിട്ട് ഇങ്ങനെ പോവച്ചിട്ടാണ് നിൽക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ ഓരോ ഷോപ്പുകൾ, അങ്ങനെ ഓരോ ഗല്ലിയായിട്ടാണ് അവിടെ. അപ്പോൾ ഗൈസ് ഇതൊക്കെ ഇവിടുത്തെ റീറ്റെയിൽ കൗണ്ടറുകളാട്ടോ. ഈ റോഡ് സൈഡിൻ്റെ 2 ഭാഗത്തും ഷോപ്പുകൾ കണ്ടല്ലോ, അതൊക്കെ റീറ്റെയിലുകളാണ്. പക്ഷേ നമുക്ക് നല്ല നല്ല ബ്രാൻഡ് കമ്പനികളുടെ കോപ്പികളാണ് ഇവിടേക്ക് വിൽക്കുന്നത്. നമുക്ക് ട്രൈപോഡൊക്കെ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര പരിമിതികളുണ്ട്. ഇവർക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല, കോപ്പികളായതുകൊണ്ട്. ഇവിടെ പോലീസൊക്കെ അറിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ അവർ അയക്കണില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഈ വാച്ചിൻ്റെ പിന്നെ വ്യാജ പതിപ്പുകളാട്ടോ ഇതൊക്കെ. ഇത് ലേഡീസ് വാച്ചാണ് ഈ കണ്ടൊക്കെ. സീക്കേൻ്റെ 2-3 മോഡൽ സ്ക്വയർ ടൈപ്പുകൾ. ഇപ്പോൾ നാട്ടിൽ കളിക്കേണ്ട ഒരു ട്രെൻഡാണ് അതൊക്കെ.
പിന്നെ അതേപോലെ റൗണ്ട് ഷേപ്പുള്ളതൊക്കെ പിന്നെ നല്ല കമ്പനി ഐറ്റംസ് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ അവിടുത്തെ വാച്ച് മാർക്കറ്റിൽ നിന്ന് പോന്നു കേട്ടോ. ഇപ്പം ഇനി ഇതിനപ്പുറത്തൊരു വാച്ച് മാർക്കറ്റ് ഉണ്ട്, അതുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടെയൊക്കെ ഷൂട്ട് ചെയ്യാൻ കുറച്ച് പരിമിതികളുണ്ട്. കാരണം ഇവർ ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനമായിട്ടാണ് ഇരിക്കട്ടെ, നല്ല നല്ല കമ്പനീൻ്റെ. അപ്പോൾ അവർക്കും തന്നെ വലിയ ഇഷ്ടമില്ല. 1-2 ഷോപ്പ് നമ്മളോട് പറഞ്ഞ് ഷൂട്ട് ചെയ്യരുത് എന്ന്. പിന്നെ നമ്മൾ ട്രൈപ്പോഡും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചു. പിന്നെ മോശമല്ലേ ഷൂട്ട് ചെയ്യരുത് കാരണം, പിന്നെ ഷൂട്ട് ചെയ്യേണ്ട രസമില്ലല്ലോ. അപ്പോൾ നമ്മൾ വേറൊരു ഏരിയക്ക് എത്തിയിട്ട് ഇവിടെയും വാച്ചിൻ്റെ ഒരു ഏരിയ തന്നെയാണ്. ഇവിടെ എന്തെങ്കിലും കാണാൻ പറ്റും നോക്കട്ടെ. അപ്പോൾ ഈ ഒരു ഇതുണ്ടല്ലോ ബിൽഡിങ്, ഇതിലും വാച്ചിൻ്റെ ഷോപ്പുകളുള്ളത്. അപ്പോൾ എന്തായാലും നോക്കട്ടെ. ഇവിടെയൊക്കെ തുറന്ന് വരുന്നേ ഉള്ളൂ, ഷട്ടറൊക്കെ അടഞ്ഞു കിടക്കാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് ഈ വാച്ച് മാർക്കറ്റിലെ കാഴ്ചകൾ കേട്ടോ. ഇതെല്ലാം വ്യാജനാണ്, നല്ല നല്ല കമ്പനീൻ്റെ വ്യാജ പതിപ്പുകളാണ്. ലേഡീസ് വാച്ചിൻ്റെ കളക്ഷൻ ആട്ടോ അതൊക്കെ. കോപ്പി അല്ല കേട്ടോ, ഇത് ഓർസ്ക, ഈ ഒരു ചേച്ചിൻ്റെ ബ്രാൻഡാണ്, അതിൻ്റെ സ്വന്തം ബ്രാൻഡാണ് അത്. ഫുള്ള് ആ ഒരു ഐറ്റംസ് തന്നെയാണ്. നമുക്കിങ്ങനെ നോക്കിയാൽ കാണാം. നമ്മളിപ്പോൾ ഇങ്ങനെ ചുളിവിൽ ഷൂട്ട് ചെയ്യാം കേട്ടോ. ഇതാണ് ഓർസ്ക. അതിങ്ങനെ ഈ ചേച്ചി അവരുടെ സ്വന്തം ബ്രാൻഡിൽ ചെയ്ത വാച്ചുകളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. വലിയ ഭാഗമാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഗോഞ്ചോലെ വാച്ച് മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടി നടക്കുക കേട്ടോ. സമയം 11:45 രാവിലെ, എന്നിട്ടും ഇവർ തുറന്നിട്ടില്ല. അപ്പോൾ ഇവരെ സംഗതി ഇത്രേ ഉള്ളൂ. ഇവർ വൈകുന്നേരം 5-6 മണിക്ക് അടിച്ചു പോവുകയും ചെയ്യും, തുറക്കാൻ 12 മണിയാവുകയും ചെയ്യും. ഇവരൊക്കെ സ്ത്രീകളാണ് ഇതിലെ സ്റ്റാഫുകളൊക്കെ. അപ്പോൾ അവർ വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കടകൾ തുറക്കുള്ളൂ. അത്രക്ക് ആവശ്യക്കാരാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അവർക്കറിയാം പിന്നെ എന്തായാലും ആളുകൾ വല വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ചൈനേൻ്റെ കച്ചവടം. ആളുകൾ വരുന്ന ആളുകൾ അവരെ വെയിറ്റ് ചെയ്യണം, അല്ലാതെ അവർ കച്ചവടക്കാർക്ക് വേണ്ടി തുറക്കില്ല. അത്ര ഡിമാൻഡാണ് ഇവരുടെ സാധനത്തിന്. അപ്പോൾ ആളുകൾ ഇവിടെ വരുന്നുണ്ട്. നമുക്ക് വേറൊരു മാർക്കറ്റിൽ കയറി വെക്കാം. അപ്പോൾ നമ്മൾ കോപ്പി മാർക്കറ്റിൽ നിന്ന് പോകുന്നുണ്ടാ. അവിടെ എല്ലാം ഷൂട്ട് ചെയ്തില്ല, കാരണം എല്ലാ പ്രമുഖ ബ്രാൻഡിൻ്റെ കോപ്പികൾ അവിടെ ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് പോന്നിട്ട് അപ്പം വേറെ സെക്ഷൻ. ഇത് എന്താ ഡ്രസ്സിൻ്റെ അല്ലേ എൻ്റെ? അപ്പം നമുക്ക് പിന്നെ ഗാർമെൻറ്റ്സ് ഹോൾസെയിൽ മാർക്കറ്റ് ഉണ്ട്, അവിടെ ഒന്ന് പോയിട്ട് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ? നമുക്ക് മെയിനായിട്ട് ഈ കോപ്പി പ്രമുഖ കമ്പനികളുടെ കോപ്പികൾ വിൽക്കുന്ന കേന്ദ്രങ്ങളുടെ അവിടെ നമുക്ക് ഷൂട്ട് ചെയ്യൽ പോസിബിളല്ല. കാരണം അവർ തന്നെ ഇല്ലീഗലായിട്ടാണ് അവിടെ കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഷൂട്ട് ചെയ്യാൻ വലിയ താല്പര്യമില്ല. നിങ്ങൾക്ക് ഏത് സാധനത്തിൻ്റെ കോപ്പി ഈ ഗോഞ്ചോല് ഈ ഒരു മാർക്കറ്റിൽ കിട്ടൂട്ടാ. അതിൻ്റേതായിട്ടുള്ള സെക്ഷൻ ഉണ്ട് അവിടെ. ഷൂ, ബാഗ്, പിന്നെ വാച്ച്, കണ്ണടകൾ, ഇതൊക്കെ എല്ലാ കമ്പനിൻ്റെയും അതേ സെയിം കോപ്പി. നമുക്ക് ഒരിക്കലും എന്താ പറയുക കോപ്പിയാണോ ഒറിജിനലാണോ എന്ന് അറിയാൻ കഴിയില്ല. പക്ഷെ ക്വാളിറ്റി ഉണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടേണ്ട ആ ഒരു കോപ്പി ഐറ്റംസ് ഉണ്ട്, അതിനെക്കാട്ടി ക്വാളിറ്റി ഫസ്റ്റ് കോപ്പി എന്ന് അവർ പറഞ്ഞത്. അതേ സെയിം ഫാക്ടറിയിൽ നിന്നാണ് അത് അടിച്ചിറങ്ങുന്നത്. ആ കമ്പനികളെ അറിയാതെ അങ്ങനെയാണ് അവർ ഫസ്റ്റ് കോപ്പി എന്ന് പറഞ്ഞത്. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. പൈസ ഉണ്ടെങ്കിൽ വന്നിട്ട് വാങ്ങാം. അതല്ല പൈസ ഒക്കെ പറയാം, നമുക്കിങ്ങനെ കുറച്ച് ബാർഗൈൻ ചെയ്ത് കണ്ട് കുറപ്പിച്ച കണ്ടൊക്കെ വാങ്ങാം. അതാണ് ഇവിടുത്തെ കച്ചവടം. പിന്നെ ഹോൾസെയിൽ മാർക്കറ്റ് പിന്നെ റീറ്റെയിൽ കിട്ടൂല കേട്ടോ. അത് പിന്നെ ബൾക്കായിട്ട് നമ്മൾ ഓർഡർ ചെയ്യേണ്ടി വരും, അത് സാധനം കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഗാർമെൻറ്റ്സിൻ്റെ ഐറ്റം പോയി വെക്കാം. പിന്നെ അപ്പോൾ നമുക്ക് പള്ളിയിൽ പോകാൻ ടൈമായിട്ടുണ്ട്. ഇനി ജുമ്മ കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള ഹോൾസെയിൽ മാർക്കറ്റുകളൊക്കെ കാണാം. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഹോൾസെയിൽ ഗാർമെൻറ്റ് മാർക്കറ്റിൽ എത്തിയിട്ടാണ്. ഇമ ഗാർമെൻറ്റ് ഗ്ലോബൽ പർച്ചേസിംഗ് ബേസ്, അതതിൻ്റെ പേര്. ഈ ഒരു മാള് മൊത്തം അതിനാണ് ഹോൾസെയിൽ മാർക്കറ്റുകളാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുമില്ല, നോക്കാം. നല്ല കിതപ്പ്, നല്ല തണുപ്പാട്ടാ. കുറേ 9 ഫ്ലോറുണ്ട് ഇതിന്. ഇവിടെ നിന്നാണ് കയറി നോക്കാം. അപ്പം ഇങ്ങനെ സ്ത്രീകളെ ഒരു സെക്ഷൻ ഉണ്ട് ഇവിടെ. അവരെ ഓർണമെൻറ്റ്സ്, ഫാൻസി ടൈപ്പ് ഐറ്റംസുകളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പാണ്. ഇപ്പോൾ ഹോൾസെയിലാണ് തോന്നുന്നു കേട്ടോ.
നല്ല ഭംഗിയുള്ള ഫാൻസികളാണ്. നമ്മുടെ ഗോഞ്ചോ തന്നെയുള്ള വേറൊരു മാർക്കറ്റിൽ എത്തിയിട്ടോ. ഇവിടെ ജെൻസിൻ്റെയും ലേഡീസിൻ്റെ കുറേ ഡ്രസ്സുകളുണ്ട്. ഇവിടെ ഏകദേശം ഉള്ളത് നമ്മൾ ഇന്ത്യൻ മോഡലുകളാണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ആദ്യം കയറിയ ഭാഗത്ത് ചൈനീസ് മോഡലാണ്. ടീഷർട്ടുകളുണ്ട്. ജാഫറും അക്കിയിലും ഫ്രണ്ടുകളുണ്ട് കേട്ടോ. ജേഴ്സി ടൈപ്പിലെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ. വില എങ്ങനെ അറിയില്ല. ഇതൊക്കെ വിൻ്റർ ക്ലോത്തിങ് ആണ് കേട്ടോ. ടീഷർട്ടുകളെ ലോക്കാണ് കേട്ടോ. അത് ഇഷ്ടംപോലെ ജെൻസ് ടീഷർട്ടുകൾ നമുക്ക് കാണാം ഈ ഒരു മാർക്കറ്റിൽ. ഇതിൽ റീറ്റെയിലും ഉണ്ട് കേട്ടോ. പിന്നെ ഹോൾസെയിലാണ് ഇവർ മെയിനായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഹോൾസെയിലാട്ടോ. കുട്ടികളുടെ ഐറ്റംസുകൾ, ടീഷർട്ട് എല്ലാ ഐറ്റവും ഉണ്ട്. ഇതൊക്കെ പിന്നെ ടീഷർട്ടുകളും ജെൻസിൻ്റെ ഷർട്ടുകളൊക്കെ ഉള്ള വേറെ ലോകം തന്നെ കേട്ടോ. ഫുള്ള് ഹോൾസെയിലാണ്. റീറ്റെയിൽ കിട്ടൽ നിരക്കാണ് ഇവിടെ. അപ്പോൾ ഞങ്ങളിങ്ങനെ മാർക്കറ്റ് കൂടെ നോക്കുകയാണ്. ഇവിടെ എന്തെല്ലാം ഐറ്റംസുകൾ ഉണ്ട്. കടമാന സെക്ഷൻ ഉണ്ട് ഇവിടെ കേട്ടോ. ജാക്കറ്റിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഞങ്ങൾ എസ്കലേറ്റർ കയറിയിട്ടേ ബിൽഡിങ്ങിന് മുകൾ ഭാഗത്ത് പോകണം. ഇവിടെയൊക്കെ ധാരാളം ഷോപ്പുകളുണ്ട്. എല്ലാം തന്നെ ഹോൾസെയിലിൻ്റെ പരിപാടിയാണ്. അങ്ങനെ വരുമ്പോൾ പിന്നെ ലേഡീസ് ഡ്രസ്സുകളുണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ. ഞങ്ങൾ ഒരു സ്റ്റെപ്പിന് മുകൾക്ക് കയറിയതാണ്. ലേഡീസ് എല്ലാം കൂടെയൊക്കെ മിക്സ് ഉണ്ട്. പല ടൈപ്പ് ടൈകൾ. ഇതിങ്ങനെ കോട്ട്, സ്യൂട്ട് അങ്ങനത്തെ ഐറ്റംസുകളാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ജാക്കറ്റുകൾ. ഇതൊക്കെ ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന ഭാഗമാണ്. ഏതെല്ലാം ടൈപ്പുകൾ. അങ്ങനെ കാണിച്ചു തരട്ടെ. ഓരോ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറി ഷൂട്ട് ചെയ്യുന്ന ഉള്ളിൽ അത്ര ഇഷ്ടമില്ല. കാരണം ഓരോ മോഡലുകളൊക്കെ ഔട്ടാവും എന്നുള്ളൊരു പ്രതീതി ഉണ്ട് അവർക്ക്. ഇന്ത്യൻ മോഡലുകളോടാ വീഡിയോ എടുക്കുമ്പോൾ ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. കാരണം എല്ലാവരും ഇങ്ങനെ കണ്ണ് നോക്കുക. അപ്പോൾ നമ്മളെ ഈ ഒരു ഹോൾസെയിൽ ഗാർമെൻറ്റ്സ് നിന്നിട്ട് പുറത്ത് പോട്ടെ. ഇനിയിപ്പോൾ ജുമാൻ്റെ സമയമായിരിക്കണം. നമുക്ക് ഇവിടുത്തെ പള്ളി ഒന്ന് കണ്ടുനോക്കാം. പള്ളീൻ്റെ കാഴ്ച കൂടി നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. പിന്നെ ഉച്ചയ്ക്ക് ശേഷം വേറെ ഭാഗത്തേക്ക് കൂടെ അങ്ങനെ പോകാം. അപ്പോൾ ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ പള്ളിയിലേക്ക് നടക്കുക കേട്ടോ. ഗോഞ്ചോ സിറ്റിൻ്റെ ഫുട്പാത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഇവിടുത്തെ മേൽപ്പാലൊക്കെ നല്ല പൂക്കളൊക്കെ വെച്ച് ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ചൈനയിലെ ഒരു ഭിക്ഷക്കാരെ ഇവിടെ കാണാം. നമുക്ക് കുറവാണോ കാണുള്ളത്.
അതൊക്കെ വലിയ വലിയ ബിൽഡിങ്ങുകൾ നമുക്ക് കാണാം. പിന്നെ അക്കീലുണ്ട്, ജാഫറുണ്ട്. ഞങ്ങളിങ്ങനെ പള്ളിക്ക് ജുമൻ്റെ അകത്ത് നടക്കുകയാണ്. ഏകദേശം സമയം 12:30 ആയി തുടങ്ങി. ഇവിടെയൊക്കെ ഭിക്ഷക്കാർ ഇരിക്കുന്നുണ്ട്. നമ്മളവിടെ പള്ളീൻ്റെ സൈഡിലൊക്കെ ഇരിക്കില്ല, അതേപോലെ നമുക്ക് മൊത്തത്തിൽ തന്നെ ഷൂട്ട് ചെയ്യാൻ കഴിയും. കാരണം ഒരു ഇതല്ല, ആ ഭാഗത്തൊക്കെ ഗേറ്റിൻ്റെ ആ ഭാഗത്തൊക്കെ ഉണ്ട് പള്ളീൻ്റെ. بسم الله الرحمن الرحيم കുറേ ഭിക്ഷക്കാരാണ്. ഇന്ന് വെള്ളിയാഴ്ച ആയിട്ടാവും തോന്നുന്നു. ചൈനക്കാരായിട്ടുള്ള ഭിക്ഷക്കാരനാണ് എല്ലാം.